ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ പേരായി ചോദിക്കണേ എന്തുകൊണ്ടാണ് ജോബ് വേക്കൻസി വീഡിയോ ചെയ്യാത്തത്, അത് നിർത്തിയോ, ഇനി ചെയ്യണില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു കുറേ പേര്. അപ്പം അത് നിർത്തിയതൊന്നല്ല, ചെയ്യാനായിട്ട് ഒരു സാഹചര്യം ഇപ്പം കിട്ടണില്ല. അത് എഡിറ്റ് ചെയ്ത് ഇടാനും വീഡിയോ എടുക്കാനായിട്ടുള്ള സാഹചര്യം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങളുള്ളത് ദുബായ് ഷാർജ ബോർഡറിന്റെ അടുത്ത് സഹാറ സെന്ററിന്റെ അടുത്താണ് ഉള്ളത്. അപ്പൊ ഇവിടെ നിന്ന് തന്നെ ഏകദേശം ഷിക്കുന് കമ്പനിയിലോട്ട് 1 വേ പോവാനായിട്ട് 2 മണിക്കൂർ സെറ്റ് ആണ് അല്ലെ. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 4 മണിക്കൂർ വാക്കിംഗ് എല്ലാം കൂടിയിട്ട് വരുന്നുണ്ട്. അതായത് ബാറ്ററി മൊത്തം തീർന്നിരിക്കണം ഇപ്പൊ നോമ്പൊക്കെ എടുത്തിട്ട്, അതാണ് ഇങ്ങനെ ഇരിക്കണം. അപ്പൊ അതായത് നോമ്പായോണ്ട് ഇപ്പൊ 6:50 7 മണിക്കൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങണത്. അതിന് മുമ്പൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിരുന്നത് 6:15. നമ്മൾ 6:15 ആകുമ്പോഴേക്ക് ഇവിടെ നിന്ന് പോകും. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഉണ്ട് നമ്മളെ ഒമേഗ ബ്രിഡ്ജിന്റെ സഹാറ സെന്ററിന്റെ ഭാഗത്തേക്ക് ഇല്ലേ, 10 മിനിറ്റ് ഇല്ലേ? 10 മിനിറ്റ് ഉണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ ആ ബോർഡർ കടന്നിട്ട് അവിടെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് സ്റ്റേഡിയത്തേക്ക് കയറണം. സ്റ്റേഡിയത്തിലേക്ക് കയറി കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, അവിടെ നിന്നാണ് മെട്രോ ഉള്ളത്. അവിടെ നിന്ന് സ്റ്റേഡിയം ടു ഇന്റർനെറ്റ് സിറ്റിക്ക് 1 അവറാണ്, 15 മിനിറ്റ്സ്, ഓൾമോസ്റ്റ് 1 അവർ. ഒരു 10 മിനിറ്റ്സ് കമ്പനിയിലോട്ട് കൊണ്ട് നടക്കാൻ. അങ്ങനെ ആയിട്ട് കമ്പനിയിലെത്തി. പിന്നെ കമ്പനിയിൽ സിസ്റ്റം വർക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് അവിടെ നിന്നും ആകെ ടയർഡായിട്ട് പിന്നെ ഇവിടെ എത്തുമ്പോൾ ഏകദേശം 7:30 ഈ ഭാഗത്തേക്ക് കിട്ടാ. ഈ ഭാഗത്തേക്ക് എത്തുമ്പോ 7:30 8 മണി അല്ലേ, 7:30 8 മണിയൊക്കെ ആവണുണ്ട്. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുക്കാം. അപ്പോളേ ഇവിടേക്ക് 8 മണിയൊക്കെ എത്തുമ്പോ പിന്നെ ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് ഒന്ന് സെറ്റ് ആവുമ്പോഴേക്ക് 9 മണിയാവും. പിന്നെ അതിന്റെ ഇടയിൽ എവിടെ വീഡിയോ എടുക്കാൻ ടൈം? അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനും ടൈമില്ല, എഡിറ്റ് ചെയ്യാൻ. പിന്നെ ഷിക്കുന് ഒരു അരമണിക്കൂറെങ്കിലും ഫോണിൽ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കണ്ടേ, അങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോഴേക്കും പിന്നൊക്കെ എടുക്കാനും ടൈമാവും, പിന്നെ ഉറങ്ങലും അങ്ങനത്തെ ഒക്കെ. ഞങ്ങളെ തന്നെ മര്യാദക്ക് ഞങ്ങളോട് സംസാരിക്കില്ല, വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഫോണുമ്മേൽ ഇരിക്കും. കൈ ഇഴക്കണം. പിന്നെ എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ കൂടി തിരക്കിലാണ്. എന്ന് വെച്ചാൽ വലിയ ബഡ്ജറ്റിലുള്ള പ്രോജക്റ്റ് ഒന്നും അല്ല കേട്ടോ, ചെറിയൊരു വീഡിയോ സോങ് ആണ്. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്രയും എന്താ പറയുക, അതിലെ വേർഡ്സുകളൊക്കെ എല്ലാ വിഭാഗം ആൾക്കാരെ അറ്റാച്ച് ചെയ്യുന്നതാണ്. കുറച്ച് ഭയങ്കരമായിട്ട് റിയാലിറ്റി തുറന്ന് കാണിക്കുന്നതാണ് ആ വീഡിയോ, അതിൻ്റെ തീം. അപ്പോൾ ഞാൻ 2-3 പേർക്ക് അത് കേൾപ്പിച്ചു കൊടുത്തിട്ട് അവർ പറഞ്ഞു അത്യാവശ്യം ക്ലിക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്, അവർക്ക് ഇഷ്ടമായി. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവ് പോയിന്റ് നടക്കുന്നത്. മാത്രമല്ല എനിക്കും കോൺഫിഡൻസ് ഉണ്ട് അത് അതെന്തായാലും ഇതിന് നമ്മൾ സെറ്റ് ആക്കും. ഇതിനിറക്കും. ഇതിന്റെ തലേ ദിവസം എന്താണ് മാസം കാണുന്നത്, ആ ടൈമിൽ റിലീസ് ആക്കാനാണ് ഉദ്ദേശം. വീഡിയോ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കണുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ ഉള്ള റൂം എന്താ പറയാ 2 മാസത്തിനുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്നും പോവില്ലേ. ഇനിയിപ്പോ ഇൻ കേസ് ഞങ്ങൾക്ക് ഒരു മാസം വേറെ റൂം എടുക്കത്തുള്ളൂ. പക്ഷെ ഈ റൂം 2 മാസമുള്ളൂ. പിന്നെ എന്താ പറയാ, ചിലപ്പോ ഇനി 1 മാസത്തിനും കൂടി റൂം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, കാരണം വെച്ചാൽ ഞാൻ ഏപ്രിലാവുമ്പോ നാട്ടിലേക്ക് പോകും. കാരണം എക്സാമും പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടീസൊക്കെ ഉണ്ട്, നാട്ടിലേക്ക് പോവും. അപ്പൊ ഇനി 1 മാസത്തിനും കൂടി റൂം കിട്ടിയില്ല, കാരണം വെച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ 10 ദിവസം കഴിഞ്ഞാൽ ഏകദേശം ഈ മാസം തീരുന്നതിനുള്ളിൽ ഞാൻ പോവും നാട്ടിലേക്ക്. അപ്പോ പിന്നെ ഷിക്കുവിന്റെ കമ്പനിയുടെ ഭാഗത്തേക്ക് പോകും. അങ്ങനെ എന്നിട്ട് ഒരു 2 മാസത്തിനുള്ളിൽ തിരിച്ചു. പിന്നെ വെച്ചാല് നമ്മൾ ഇവിടെ ഇങ്ങോട്ട് മാറാൻ തന്നെ കാരണം ഇവിടെ അറിയാലോ, ദുബായ് ഭാഗത്ത് എങ്ങനെ പോയാലും റൂം റെന്റ് കൂടുതലാണ്. ചൂസ് ഇപ്പൊ തന്നെ കണ്ടില്ലേ, കമ്പനിയിൽ നിന്ന് വന്നിട്ടിരിക്കണ കോലാണ്. നമ്മളാരും നോമ്പിടിക്കാത്ത പോലാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനൊക്കെ കാരണമാണ് വീഡിയോ ഇടാത്തത്. ഇനി വീഡിയോ ഇടൂലേ? വീഡിയോ ഇൻഷാ അല്ലാഹ് നിനക്ക് ഒരു ടൈം സെറ്റ് ആക്കി എടുത്തിട്ട് നമ്മൾ വീഡിയോ ഇടും. നമ്മളെ കുക്കിംഗ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് ഓൾറെഡി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങും.
അപ്പം മുട്ട ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. 3 മുട്ടയുള്ളൂ കേട്ടോ. കാരണം 3 മുട്ടയിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം 2, 4, 6 കിട്ടും. അപ്പം ഞങ്ങൾക്ക് അതൊക്കെ തന്നെ മതി. അപ്പം അത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചിക്കൻ ബോക്സൊക്കെ ഉണ്ടാക്കട്ടെ. അസുഖമല്ല ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞ സംഭവം. എൻ്റെ വീട്ടിൽ ഇക്കാടെ വൈഫ് ഉണ്ടാക്കാറുണ്ട് അത്. അപ്പം അത് കോപ്പി ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. സബോളയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റണം. പിന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ചേക്കണ ഇത് മൈദയുടെ മാവാണ് കേട്ടോ. മൈദ മാവാണിത്. അത് ജസ്റ്റ് ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സിയിലൊന്നും അടിച്ചില്ല. നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ആക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇടയിൽ ഇങ്ങനെ തരികളൊക്കെ കാണും. അതിന് കുഴപ്പമൊന്നുമില്ല, വെട്ടിക്കൂട്ടാം നമുക്ക്. പിന്നെ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരു വിധത്തിൽ നമുക്ക് പറ്റിയത് ഭയങ്കരമായിട്ട് നൈസാകാനും പാടില്ല. അങ്ങനെയാണ്. എൻ്റെ ഇപ്പം നൈസായി തോന്നുന്നുണ്ട്. ദോശ ശരിയായി. ഇത് 2 ടൈപ്പിൽ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് പൊരിച്ചിട്ടും ഉണ്ടാക്കാം, പൊരിച്ചിട്ടും ഉണ്ടാക്കാം. അതുപോലെ തന്നെ പൊരിക്കാണ്ട് ജസ്റ്റ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റാനും പറ്റും. അറിയണില്ലല്ലോ. സബോള വഴറ്റണതിൻ്റെ ഇടയിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് സബോള നമ്മളോടൊക്കെ ഒന്ന് സെറ്റായി വരുള്ളൂ. അതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിരുന്നു. പിന്നെ അതും നന്നായി മിക്സായതിന് ശേഷം കുറച്ച് കറി ലീവ്സ് ഇട്ടിരുന്നു. അതും ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. എന്നിട്ട് നന്നായിട്ടാക്കി. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് അയ്യോ തക്കാളി വേണമല്ലോ എന്ന്. അങ്ങനെ ഞാൻ ഒരു തക്കാളി എടുത്തിട്ട് അത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അപ്പം തന്നെ കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് അത് നന്നായി ഒന്ന് മിക്സായി വഴറ്റി വന്നതിന് ശേഷം ഞാൻ ചിക്കൻ മസാലയുടെ പൊടി ഇട്ടു. അതാകുമ്പോൾ ഒരു സ്മെല്ലും ഒരു സെറ്റപ്പും മണമൊക്കെ സ്മെല്ലും മണമൊന്നുമില്ലല്ലേ, ഒരു സംഭവം കിട്ടുമല്ലോ. അപ്പം എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ലാസ്റ്റ് കുറച്ച് ചിക്കൻ അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുത്ത് എന്നിട്ട് തീ ഓഫ് ആയതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്ത് അതിന് ശേഷം നമുക്ക് പശ ഉണ്ടാക്കണമല്ലോ ഇത് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ എടുത്തു. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം എടുത്ത് ഒഴിച്ചു. അതിൻ്റെ ഇടയിൽ ഇച്ചൂസ് ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചൂസിനെ നേരെ മേലെ കയറ്റിയിരുത്തി അടി വെച്ച് കഴിഞ്ഞാൽ വല്ല പാത്രങ്ങളൊക്കെ എടുത്തിട്ട് നിലത്തേക്കിടും. മേലെ വെച്ചാലും അതന്നെയാണ് അവസ്ഥ. എന്നാലും മേലയിലിരുത്തി. എന്നിട്ട് നമ്മൾ പശമൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഓരോ ദോശയായിട്ട് ഇങ്ങനെ പാത്രത്തിലേക്ക് വെക്കുക. എന്നിട്ട് അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ മാറ്റി ഉണ്ടാക്കി വെച്ചേക്കണ ഫില്ലിങ്സില്ലേ അതിങ്ങനെ ഞാൻ ചട്ടകം വെച്ച് വെക്കാൻ നോക്കി. പക്ഷെ നടന്നില്ല. ഞാൻ വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് ചെയ്തതാണ്. പക്ഷെ അത് നടന്നില്ല. അതിന് ശേഷം നമ്മളെ മുട്ട അതിലേക്ക് വെക്കുക. എന്നിട്ട് 4 സൈഡിൽ നിന്നും മടക്കി കൊടുക്കണം ബോക്സ് ടൈപ്പ് പോലെ. അപ്പോൾ അത് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദയുടെ മിക്സ് ഉണ്ടാക്കിയത്. എന്നിട്ട് എല്ലാ സൈഡിലും അതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓരോ സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കുക. അങ്ങനെ എല്ലായിടത്തും നല്ല ഒട്ടണ രീതിയിൽ പൊട്ടാൻ പാടില്ല കേട്ടോ. പൊട്ടിക്കഴിഞ്ഞാൽ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ അത് പിന്നെയും പൊട്ടി വരും. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കിയിട്ട് ഇതേപോലത്തെ ഒരു ബോക്സ് ടൈപ്പ്. എനിക്ക് ശരിക്കാക്കാൻ പറ്റാത്ത ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചേക്കുന്ന കാരണമാണ്. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓൾറെഡി എല്ലാതും കുക്കായ സാധനങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കുക, എഗ്ഗ് വെച്ചിട്ടും ഉണ്ടാക്കുക, ഇനി ബീഫ് വെച്ചിട്ടാണെങ്കിൽ അത് വെച്ചിട്ടും ഉണ്ടാക്കുക. അടിപൊളി സാധനമാണ്.
അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സംഭവം. നമ്മൾ 5 എണ്ണം ഉണ്ടാക്കിയത്, 5 ദോശ ഉണ്ടായിരുന്നുള്ളൂ, ഒരു മുട്ട ബാലൻസ് വന്ന്. അതിപ്പോൾ നമുക്കൊരു ഷോക്ക് അവിടെ തന്നെ വെക്കാം. ഇഷ്ടമായോ? എരുണ്ടല്ലേ? ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത ജീവി അത്. ആട് കഴിക്കണ പോലെ കഴിക്കും. എരു കൂടുതലല്ലേ? ഒരുപാട് വെക്കരുത്, കുറച്ച് കുറക്കാം. കാണിച്ചേ, ഒരു ഉൾഭാഗം നോക്കട്ടെ.